രാഹുൽ ഗാന്ധി ചുറ്റും കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് കൊണ്ടാണ് താഴെ ജാതിയിലുള്ള ആൾക്കാര് പരീക്ഷ പാസ്സാകാത്തത്. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ പോലും എത്തരത്തിലാണ് ജാതീയമായിട്ട് ആ മനുഷ്യൻ വിഷം തുപ്പുന്നതെന്ന് നിങ്ങൾ നോക്കണം. നമ്മുടെ കേരള മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായോ? ജാതിയും മതവും അടിസ്ഥാനത്തിൽ ആൾക്കാരുടെ സ്വത്തുകൾ പിടിച്ചെടുത്ത് ആ സ്വത്തുകൾ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വീതം വെക്കുമെന്ന് പറഞ്ഞത് BJP അല്ലല്ലോ നിഷ, കോൺഗ്രസ് തന്നെയല്ലേ പറഞ്ഞത്? ശ്രീ യുവരാജ് ഗോകുൽ, ഏതായാലും പ്രവചനങ്ങളിൽ കൂടുതലും BJPക്ക് അനുകൂലം തന്നെയാണ്. പ്രശാന്ത് കിഷോറിനെ പോലുള്ളവർ പറയുന്നത് ഈ 370 എന്ന നമ്പറിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ കൂടിയും നല്ല രീതിയിൽ തന്നെ ഭരണം തിരികെ പിടിക്കും എന്നുള്ളതാണ്. അത് അടുത്ത 2 ഘട്ടങ്ങളിൽ പ്രതീക്ഷയേക്കുന്നുണ്ടോ? ഒപ്പം അതേസമയം തന്നെ നിങ്ങളുടെ തന്ത്രങ്ങളും നിങ്ങളുടെ അജണ്ടയും ഇത്തവണ പാളി എന്ന പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് എന്ത് പറയും? നിഷ, ഞങ്ങളുടെ തന്ത്രങ്ങളും ഞങ്ങളുടെ അജണ്ടകളും ഒക്കെ പാളിപ്പോയെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തോൽക്കണമല്ലോ. ഞങ്ങൾ തോൽക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ആരും തന്നെ സംസാരിക്കുന്നില്ല. ഇവിടെ യോഗേന്ദ്ര യാദവ് പോലും പറയുന്നത് BJP 272 കിടക്കില്ല എന്നാണ്. പിന്നെ എത്ര 260 കിടക്കുമെന്നാണോ അതോ 250 കിടക്കുമെന്നാണോ? ഇനി BJP 250 കിടന്നാൽ പോലും വേറെ ആരെങ്കിലും ഇവിടെ ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല. BJP കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 300 കിടക്കും. 350 കിടക്കാനുള്ള എല്ലാ സാഹചര്യത്തിലേക്കും പോകുന്നുണ്ട്. അത് 370 എത്തിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടങ്ങി, അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അപ്പൊ ഇന്ത്യയിൽ എവിടെയൊക്കെയോ മാറിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നു എന്താണ് അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു, അപ്പൊ അവിടെ അലയൻസ് ഉണ്ടായിരുന്നു. ബംഗാളിലെത്തിയപ്പോൾ അവരുടെ അലയൻസ് വർക്കൌട്ട് ആയില്ല. അപ്പൊ അദ്ദേഹം പറയുന്നു അലയൻസ് വർക്കൌട്ട് ആകാത്തത് കൊണ്ട് മമതാ വിരുദ്ധ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഇവര് വേറൊരു മുന്നണി ഉണ്ടാക്കി എന്ന് പറയുന്നത്. അപ്പൊ മുന്നണിക്കകത്ത് തന്നെ വേറൊരു മുന്നണി. ഇതാണ് മൊത്തത്തിലുള്ള അവസ്ഥ. ഈ മുന്നണി എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? 2019 നിന്ന് വ്യത്യസ്തമായിട്ട് 2024 പുതിയതായിട്ട് ഈ മുന്നണി എവിടെയാണ് നിലനിൽക്കുന്നത്? എനിക്കത് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ബീഹാറിൽ ഇവരുടെ മുന്നണി ഉണ്ടാക്കിയ ആൾ തന്നെ അവിടെ നിന്ന് വിട്ട് NDAയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ ആ മുന്നണി കഴിഞ്ഞ തവണ കുറച്ചുകൂടി ശക്തമായിരുന്നു. കാരണം സമാജ്വാദി പാർട്ടിയും BSPയും RLDയും 3 പാർട്ടികളും കൂടി ചേർന്നിട്ടാണ് അവിടെ ഒരു സഖ്യമുണ്ടാക്കി മത്സരിച്ചത്. ഇത്തവണ അങ്ങനെ ഇല്ല. RLD NDA മുന്നണിയിൽ എത്തിക്കഴിഞ്ഞു. BSP സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. SP സ്വതവേ ദുർബലരായ കോൺഗ്രസുമായിട്ട് ചേർന്നിട്ടാണ് UPയിൽ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സഖ്യത്തിന്റെ സാധ്യത പോലും തന്നെ നിലനിൽക്കുന്നില്ല. ബംഗാളിലെ കഴിഞ്ഞ തവണത്തേതിനേക്കാളും 7-8 സീറ്റ് മുകളിലേക്ക് BJP തീർച്ചയായിട്ടും പോകുന്നു. ഏതാണ്ട് 30 സീറ്റിൽ വരെ അതിശക്തമായ ഫൈറ്റ് നടത്താനും BJPക്ക് സാധിക്കുന്നുണ്ട് എന്നുമാണ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഒറീസയിൽ പാർട്ടിയുടെ വോട്ട് മുമ്പോട്ട് അല്ലെങ്കിൽ സീറ്റുകൾ മുമ്പോട്ട് പോകാനാണ് പോകുന്നത്. തെലങ്കാനയിൽ മുമ്പോട്ട് പോകാനാണ് പോകുന്നത്. അപ്പൊ ഇവരെവിടെയാണ് ഈ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജൂൺ 4 തീയതി വരെ എന്തും പറയാലോ. അപ്പൊ എന്തും പറയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് മാത്രമേ ഞാൻ ഇതിനെയൊക്കെ കണക്കാക്കുന്നുള്ളൂ. പിന്നെ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എന്ത് പറയണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഞങ്ങളുടെ മിഷണറിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ മാനിഫെസ്റ്റോ ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ 1ാം റൗണ്ട് 2ാം റൗണ്ടോട് കൂടി തന്നെ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുവാനും അത് ചർച്ച ചെയ്യിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ബാക്കിയുള്ള ഫേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടും പ്രതിപക്ഷം എന്താണെന്നും അതിന്റെ അജണ്ട എന്താണെന്നും അവരുടെ മാനിഫെസ്റ്റോയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്താണെന്നുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യിക്കാനുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം നഷ്ടപ്പെടുകയല്ല ചെയ്തിരുന്നത്. ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ കൂട്ടത്തിൽ വളരെ നല്ലൊരു ആയുധം കയ്യിൽ വെച്ച് തരികയാണ് കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിലൂടെ ചെയ്തത്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് അത്രയും വലിയ മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. കൈ കിട്ടുന്ന ഫുൾടോസിനെ എന്താണ് എങ്ങനെ ഗാലറിയിൽ എത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങളുടെ നേതാക്കൾ. അത് കൃത്യമായിട്ട് ഗാലറിയിൽ എത്തിയിട്ടുണ്ട്. അത് വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് മെല്ലെ മെല്ലെ വികസിത് ഭാരത് പിന്നോട്ട് പോയി. അതിനപ്പുറത്തേക്ക് തീവ്ര വർഗീയത പറയുന്നതിലേക്ക് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ മാറി. സ്വത്തൊക്കെ മുസ്ലിങ്ങൾക്ക് കൊടുക്കും, നിങ്ങളുടെ കെട്ടുതാലി വരെ പൊട്ടിക്കും എന്ന് സ്ത്രീകളോട് പറയുന്നു. അതിനുശേഷം അയോധ്യയിലേക്ക് കടക്കുന്നു. അതിനുശേഷം അയോധ്യയിലെ രാമക്ഷേത്രം കോൺഗ്രസ് വന്നാൽ ബുൾഡോസർ കൊണ്ട് തകർക്കും പോലുള്ള അസാധാരണമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാക്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ പ്രയോഗിക്കുന്നു. അപ്പൊ ഈ 10 വർഷത്തെ ഭരണ നേട്ടത്തിൽ ഊന്നിക്കൊണ്ട് ഭരണ തുടർച്ച നേടാം എന്ന ആത്മവിശ്വാസം BJPക്ക് ഇല്ല എന്നാണോ ഈ പ്രചാരണ രംഗത്തെ പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നത്? നിഷ, ഒരു തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായിട്ട് നടക്കുമ്പോൾ 7 ഘട്ടങ്ങളിൽ ഓരോ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രി ആണല്ലോ. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജിക്കലായിട്ട് തന്നെ ആയിരിക്കും സംസാരിക്കുക. പ്രധാനമന്ത്രി ഇത് തീവ്ര വർഗീയ തലത്തിലേക്ക് മാറ്റിയെന്ന് നിഷ പറഞ്ഞു. നിഷ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഒരു സ്പീച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി ചുറ്റും കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് കൊണ്ടാണ് താഴെ ജാതിയിലുള്ള ആൾക്കാർ പരീക്ഷ പാസ്സാകാത്തത്. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ പോലും എത്തരത്തിലാണ് ജാതീയമായിട്ട് ആ മനുഷ്യൻ വിഷം തുപ്പുന്നതെന്ന് നിങ്ങൾ നോക്കണം. നമ്മുടെ കേരള മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായോ? ഇവിടെ ജാതീയമായ വിഷം ആരാണ് ആദ്യം തുപ്പി തുടങ്ങിയത്? ആ തുപ്പി തുടങ്ങിയത് തന്നെയാണ്
ഈ പ്രചരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെയാണ്. കാരണം ഈ പ്രചരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെയാണ് സാമൂഹിക നീതി എന്നൊക്കെ ഇവർ ഓമന പേരിട്ട് വിളിക്കുന്ന തരത്തിലുള്ള ഈ പറയുന്ന കാസ്റ്റ് റിസർവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി സെൻസസ്, ഫൈനാൻഷ്യൽ സെൻസസ്, ഫൈനാൻഷ്യൽ സ്കാനിംഗ് എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സാമൂഹിക നീതി എന്നല്ലോ അവിടെ ഉറപ്പുവരുത്തുന്നത്. ജാതിയും മതവും അടിസ്ഥാനത്തിൽ ആൾക്കാരുടെ സ്വത്തുകൾ പിടിച്ചെടുത്ത് ആ സ്വത്തുകൾ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വീതം വെക്കുമെന്ന് പറഞ്ഞത് BJP അല്ലല്ലോ നിഷ, കോൺഗ്രസ് തന്നെയല്ലേ പറഞ്ഞത്. പ്രധാനമന്ത്രി ആ വിഷയത്തിനെ എടുത്ത് ഉയർത്തിപ്പിടിക്കുമ്പോൾ വീതം വെക്കും എന്നെവിടെയാണ് പറഞ്ഞത് ശ്രീ യുവരാജ് ഗോകുൽ? ആ പ്രസ്താവന ഒന്ന് താങ്കൾക്കൊന്ന് പറയാമോ? എവിടെയാണത് പറഞ്ഞത്? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെയാണ് പറഞ്ഞത്. കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കഴിഞ്ഞ 3 സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഓടി നടന്ന് പ്രസംഗിച്ച ഒന്നാണ് ഏറ്റവും വലിയ കാസ്റ്റിനാണ് ഇവിടെ രാജ്യത്തിലെ ഏറ്റവും വലിയ സ്വത്തിന്റെ അവകാശം എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ നിഷയ്ക്ക് പറയാൻ കഴിയോ? എത്രയോ വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എത്രയോ വാർത്തകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാതെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? രാഹുൽ ഗാന്ധി നിഷയോട് തിരിച്ച് ഒരൊറ്റ ചോദ്യം, പിന്നെ എന്തിനാ കാസ്റ്റ് സെൻസസ് നടത്തുമെന്ന് പറയുന്നത്? എനിക്കൊന്ന് പറഞ്ഞുതരാമോ? അല്ല, കാസ്റ്റ് സെൻസസ് നടത്തുമെന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞുതരാമോ? ഫൈനാൻഷ്യൽ അല്ലല്ല, ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചസിൽ എല്ലാത്തിലും പറയുന്നില്ലേ ഈ പറയുന്ന രാജ്യത്തെ എന്താണ് സ്വത്തുക്കൾ എല്ലാവരും ഈ പറയുന്ന എത്രയോ സ്പീച്ചസിലുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നിങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യാത്തതാണ്. അല്ലല്ല, എന്റെ സമയമല്ല. നിലപാടുണ്ടോ ശ്രീ രാജു പിന്നാർ? ഞാൻ ഒരു നിമിഷം ഒറ്റ കാര്യം ഒന്ന് ചോദിച്ചിട്ട് ഞാൻ യുവരാജിന് തന്നെ സമയം തരാം. നിഷ, ഒരു എക്കണോമിയുടെ ബോട്ടം ടു പിരമിഡ് അപ്രോച്ച് എന്താണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ഇവർ. മനസ്സിലായി? കുത്തകവൽക്കരണത്തിന്റെ ടോപ്പ് ടു ബോട്ടമാണ് ഇവരുടെ ഇത്. കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തിന്റെ സ്വത്തുക്കളുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ലഭ്യമാണ്. കാരണം എന്താ? ഈ രാജ്യത്തിന്റെ സ്വത്തുണ്ടാവുന്നത് എങ്ങനെയാ? ഈ രാജ്യത്തിന്റെ സ്വത്തുണ്ടാകും നമ്മൾ ഓരോ പൗരന്മാരും കൊടുക്കുന്ന GST ആണ്. ഒരു ഏറ്റവും ഉയർന്ന ജാതിയിലുള്ളവർക്ക് കൂടുതൽ സ്വത്തുണ്ട്, അത് പിടിച്ചെടുത്ത് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വിതരണം ചെയ്യും. ഇതാണോ കോൺഗ്രസിന്റെ സങ്കല്പം? അതല്ലല്ലോ. ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ എല്ലാവർക്കും ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നീതിപൂർവമായ വിതരണം നടക്കണം. ആ നീതിപൂർവമായ വിതരണം രാജ്യത്തിന്റെ സ്വത്തിലാണ്. അത് നരേന്ദ്രമോദി അത് മാറ്റിയിട്ട് രാഹുൽ ഗാന്ധി മറ്റു മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ കുറ്റവാളി നരേന്ദ്രമോദിയല്ലേ? കഴിഞ്ഞ സ്ത്രീകളുടെ ഇത് അന്ന് മുഴുവൻ ചർച്ചയായ കാര്യമാണെന്നേ. ഇല്ല, അതെങ്ങനെ ഞാൻ വായിക്കാം? അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഇവിടെ എടുത്തിട്ട് വായിക്കാനാണ്. അത് ഞാൻ ചോദിക്കട്ടെ, കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന സാധനം അല്ലല്ല, രാജു നേരെ ഒരു നിമിഷം ഉണ്ടായിരിക്കുക. കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന സാധനം ഇവർ പറയുന്ന നിമിഷം മുതൽ പറയുന്നതാണ്. കഴിഞ്ഞ മാസം ഏപ്രിൽ 6-ാം തീയതി ആണെന്ന് തോന്നുന്നു ഫൈനാൻഷ്യൽ സർവേ നടത്തുമെന്ന് പറഞ്ഞു. നടത്തിയിട്ട് അത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വീതം വെക്കാന്ന് പറഞ്ഞില്ല എന്നാണ് നിഷ പറഞ്ഞു വരുന്നത്. ഏപ്രിൽ 6-ാം തീയതി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടു നോക്കുന്നേ. ഏപ്രിൽ 6-ാം തീയതി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം കേട്ടു നോക്കുന്നേ. ആ പ്രസംഗത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നില്ലേ? ആ പ്രസംഗത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഫൈനാൻഷ്യൽ സർവേ നടത്തും. ഏതൊക്കെ വിഭാഗത്തിന്റെ കയ്യിലാണ്, ഏതൊക്കെ ജാതിയുടെ കയ്യിലാണ് സ്വത്തിരിക്കുന്നതെന്ന് നോക്കും. അത് അവിടെ നിന്ന് പിടിച്ചെടുക്കും. എന്നിട്ട് ജാതി അടിസ്ഥാനത്തിൽ തന്നെ വീതം വയ്ക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതേ കാര്യം യുപിയിൽ പോയി പ്രിയങ്ക ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളിപ്പോ എന്തിനാണ് മലക്കം പറയുന്നത്? ഇതിനകത്തൊക്കെ പ്രധാനമന്ത്രി അതിന് മറുപടി പറയുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അതിന് മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താണ്? ഞങ്ങൾ ജാതിയാണ് പറഞ്ഞത്, പ്രധാനമന്ത്രി മതം കൊണ്ടുവന്നു, മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞു എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾ പറയുന്നു അങ്ങനെ ജാതിയെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് എന്ത് തരം രാഷ്ട്രീയമാണ്? ഇത് എന്ത് തരം മാധ്യമപ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് നിങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രി മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധി മുസ്ലിം എന്ന് മാത്രമല്ല പറഞ്ഞത്, OBC എന്ന് പറഞ്ഞു, SC എന്ന് പറഞ്ഞു, ST എന്ന് പറഞ്ഞു, ദളിത് എന്ന് പറഞ്ഞു, അങ്ങനെ പലതും പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ മാത്രമാണ് മുസ്ലിം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന ഒന്നും ജാതീയമായും മതപരമായും വിഭജിക്കുന്ന കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എവിടെ ഈ മലക്കം പറഞ്ഞു പോകുന്നത്? പിന്നെ ശ്രീ രാജു ബി നായർ കുറച്ചു നേരത്തെ ഇരുന്ന് പറയുന്ന കണ്ടു, പ്രധാനമന്ത്രി പറഞ്ഞു റിസർവേഷൻ എതിരല്ല എന്ന് പറഞ്ഞു, RSS റിസർവേഷൻ എതിരാണ് എന്ന് പറഞ്ഞു. 7-ാം തീയതി സെപ്റ്റംബർ 2023 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 7-ാം തീയതി വാർത്തയെടുത്തത് വായിച്ചു നോക്കണം. RSSന്റെ സർസംഘചാലകായിട്ടുള്ള രാജു ബി നായർ ഞാൻ പറഞ്ഞോട്ടെ, മോഹൻ ഭഗവത്ജി തന്നെ പറഞ്ഞിട്ടുണ്ട് RSS ഒരിക്കലും റിസർവേഷൻ എതിരല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ, എന്റെ സമയമല്ലേ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുന്നേ. ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. ശരി
ഞാൻ ഒരു നിമിഷം ശ്രീ യുവരാജ് ഗോകുൽ താങ്കൾ പറഞ്ഞ പ്രസംഗം ഞാൻ എടുത്തു. ഫസ്റ്റ് വി വിൽ കണ്ടക്ട് എ കാസ്റ്റ് സെൻസസ് ടു നോ ദ എക്സാക്ട് പോപ്പുലേഷൻ ആൻഡ് സ്റ്റേറ്റസ് ഓഫ് ബാക്ക്വേർഡ് കാസ്റ്റ്, SCs, STs, minorities and other castes. After that, the financial and institutional survey will begin. Subsequently, we will take up the historic assignment to distribute the wealth of India, jobs and other welfare schemes to these sections based on their population. ജാതികൾക്ക് അവരുടെ ജനസംഖ്യ ആനുപാതികമായി തൊഴിലും എല്ലാം ലഭിക്കുമെന്ന് ഉറപ്പാക്കും. അതല്ല ഫൈനാൻഷ്യൽ സർവേ നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ആരുടെ? രാജ്യത്തിന്റെ മൊത്തം, അതായത് ജനങ്ങളുടേത് ഉൾപ്പെടെ. എന്നിട്ട് അത് ജാതീയമായി വിഭജിക്കും. ഇതന്നല്ലേ ഞാനും പറഞ്ഞുള്ളൂ. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഞാനും പറഞ്ഞത്. സ്വത്ത് പാവങ്ങൾക്ക് കൊടുക്കും. അല്ലല്ല ദിശ, സ്വത്ത് പാവങ്ങൾക്ക് കൊടുക്കും പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. ഇത് കൃത്യമായി ജാതീയമായി വിഭജിക്കുകയാണ്. എന്താണ് ഉദ്ദേശം നിശയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? നിശയ്ക്ക് പറയാനിട്ടല്ല. ജാതിയുടെ പേരിൽ തമ്മിൽ തന്നിക്കുക. നിഷ ഈ ജോർജ് സോറസിന്റെ ഞങ്ങൾ കാണുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നുള്ള തലത്തിലല്ല കാണുന്നത്. ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ട് കാണുന്നത് ഈ രാജ്യത്തെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജനങ്ങളെയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരായല്ല BJP കാണുന്നത്. രാജ്യത്തിന്റെ സ്വത്തിന്റെ ആദ്യത്തെ അവകാശം പോകേണ്ടത് ദരിദ്രർക്കാണ്. അത് ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. അവരെ ഹിന്ദുക്കളെ തന്നെ എങ്ങനെയാണ് ഇവരെ ദളിതർ, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്ന് ഭരണഘടനാപരമായി തന്നെ നിർവചിച്ചിരിക്കുന്നത്? അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ BJP അവരെ അങ്ങനെ ദളിതരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും അല്ലല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് മിണ്ടാതിരിക്കുന്ന രാജു ബി നായർ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് സംവരണം ഇല്ലാതെയാക്കാൻ അനുവദിക്കുന്നില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് എന്തിനാ? ഒന്ന് യുവരാജ് പറയൂ. അത് കോൺഗ്രസ് കർണാടകത്തിൽ ഉൾപ്പെടെ OBC-ക്കും SC/ST-ക്കും അവകാശപ്പെട്ടിട്ടുള്ള റിസർവേഷൻ എടുത്തിട്ട് മുസ്ലിംസിന് ഉൾപ്പെടെ കൊടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് സോഷ്യലി അതേസമയം പ്രധാനമന്ത്രി സംവരണം ഒഴിവാക്കില്ല എന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ ശ്രീ യുവരാജ് ഗോകുൽ? രണ്ടും തമ്മിൽ വളരെ കൃത്യമായിട്ട് പൊരുത്തപ്പെടും. കാരണം ഒരു രാജ്യത്തെ വ്യക്തികളുടെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് ജാതീയമായിട്ടല്ല വിഭജിച്ച് നൽകേണ്ടത്. ആ തലത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ സോഷ്യൽ റീസൺസ് കാരണമാണ്. കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ അൺടച്ചബിലിറ്റി ഉള്ള കാര്യങ്ങൾ അനുഭവിച്ചിരുന്നവർ, ഒരു കാലഘട്ടത്തിലും ഭരണത്തിന്റെ പങ്കാളിത്തം അനുഭവിച്ചിട്ടില്ലാത്തവർ, അവർക്കാണ് ഈ രാജ്യത്തെ റിസർവേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് OBC പ്ലസ് SC/ST വിഭാഗങ്ങൾക്കാണ് ആ റിസർവേഷൻ ഉള്ളത്. മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഭരണത്തിന്റെ പങ്കാളിത്തം അനുഭവിച്ചവരാണ്, ഭരണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ അറക്കൽ രാജവംശം മുതൽ കർണാടകത്തിലെ മൈസൂർ മുതൽ മുഗളര് മുതൽ സകലയിടത്തും ഭരണത്തിന്റെ പങ്കാളിത്തം അനുഭവിച്ചു വന്ന കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. ഈ നാട്ടിലെ OBC-ക്കും SC-ക്കും ST-ക്കും അനുവദിക്കപ്പെട്ട റിസർവേഷൻ എങ്ങനെയാണ് ആ അടിസ്ഥാനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ കോൺഗ്രസിന് സാധിക്കുക എന്നുള്ള വളരെ നിസ്സാരമായ ചോദ്യമേ ഉള്ളൂ. അത് കൊടുക്കുമ്പോൾ ഇന്നും അത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ നിഷ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. 50% മാത്രമാണ് ഈ രാജ്യത്ത് റിസർവേഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ 50% കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ OBC SC/ST വിഭാഗത്തിനാണ്. അതിൽ നിന്നെടുത്ത് ഇവിടെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം മാത്രമേ ആ സാധനത്തിൽ ജാതീയമായി വിഭജിക്കുമ്പോൾ അല്ലെങ്കിൽ മതപരമായി വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്നുള്ളൂ. അത് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. സമ്മതിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് BJP-യുടെ 400 സീറ്റിൽ ചുറ്റിപ്പറ്റിയിട്ടാണ്. കോൺഗ്രസ് ഒരു 100 സീറ്റെങ്കിലും ജയിക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ചർച്ച നടത്തണ്ട. BJP 400 BJP 400 ജയിക്കും, 370 ജയിക്കും, 400 ജയിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ ഇത്തവണയെങ്കിലും നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ കിട്ടുമോ? അത് BJP-യുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. മതസംവരണത്തെ അവർ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ടാണ് കൽക്കത്ത ഹൈക്കോടതി ഉത്തരവിനെ പോലും ഇത്രയേറെ BJP നേതാക്കൾ പ്രശംസിക്കുന്നതും. അതൊരു വിഷയം. അപ്പോൾ അല്ലാതെ ദളിതരെയും പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരെയും പുറന്തള്ളും എന്നുള്ളതല്ല, പുറന്തള്ളണം, സംവരണം ഒഴിവാക്കണം എന്നുള്ളതല്ല BJP-യുടെ ലക്ഷ്യം. രണ്ട്, ഈ BJP-യുടെ 400-നെ കുറിച്ച് പറഞ്ഞാൽ മാത്രം പോരല്ലോ, കോൺഗ്രസിന്റെ 100-എങ്കിലും കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് കൂടി പറയണ്ടേ? കോൺഗ്രസ് 3 അക്കം കടക്കില്ല എന്നാണ് പ്രശാന്ത് കിഷോറിനെ പോലുള്ളവരുടെ നിരീക്ഷണം. ഒന്ന് നിഷ, ഈ സംവരണത്തെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായിട്ട് RSS-ന്റെ BJP-യുടെ നിലപാട് സാമുദായിക സംവരണം പാടില്ല എന്നുള്ളതാണ്. അതിനകത്ത് ദളിതും OBC ഉൾപ്പെടെയുള്ള മുഴുവൻ സാമ്പത്തിക സംവരണമാണ് വേണ്ടത് എന്നുള്ളതാണ്. സാമ്പത്തിക സംവരണത്തെ സംബന്ധിച്ച് നമ്മൾ ഒട്ടേറെ ചർച്ചയുണ്ട്, ഇപ്പോൾ ഇത് കിടക്കുന്നില്ല. എന്താ ഗോകുൽ ഒന്നീ BJP ആയിരിക്കണം അല്ലെങ്കിൽ RSS ആയിരിക്കണം, അതല്ല രണ്ടും ഇല്ലാത്ത വർത്താനം കൂടി പറയരുത്, ദയവേത് പറയരുത്. ഇനി രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് എന്താ പറയുന്നത്? കോൺഗ്രസ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞെന്താ, ഈ രാജ്യത്തെ ജാതി സെൻസസ് നടത്തണം. രാജ്യത്തെ ജാതി സെൻസസ് നടത്തി ആ ജാതി സെൻസസിൽ നിന്ന് ഓരോ ജാതികളുടെയും കയ്യിൽ എന്ത് സമ്പത്തുണ്ട്, എന്ത് സ്റ്റേക്ക് അവർക്ക് ഈ ഗവൺമെന്റിലുണ്ട് എന്ന് കണ്ടെത്തണം. അപ്പൊ സാമ്പത്തികവും സാമൂഹികമായ നീതി ഉറപ്പാക്കണമെങ്കിൽ ഇവരുടെ കണക്കെടുക്കണം.
ഇവരുടെ സാമ്പത്തിക സ്ഥിതി എടുക്കണം, എന്നിട്ട് രാജ്യത്തിന്റെ സമ്പത്ത് പുനർവിതരണം ചെയ്യണം. ഈ രാജ്യത്ത് സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയും നടപ്പാക്കും. അത് 50% എന്നുള്ള സംവരണത്തിന്റെ അപ്പർ ലിമിറ്റ് അത് കൂട്ടുമെന്ന് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ സവർണ വിഭാഗത്തിൽപ്പെടുന്നവർ ഈ രാജ്യത്തിന്റെ മുഴുവൻ അനർഹമായിട്ടുള്ള സമ്പത്തും അല്ലെങ്കിൽ വിഭവങ്ങളും കൈകാര്യം ചെയ്ത് ഒഴിവാക്കും. താഴത്തേക്ക് പോയപ്പോൾ കോൺഗ്രസിന് ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അല്ല നിഷ, സാധാരണ 2014 19 തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദി തരംഗമേ ഇല്ല എന്നുള്ള തലത്തിലാണ് ചർച്ചകൾ മുമ്പോട്ട് പോയിരുന്നതെന്നുണ്ടെങ്കിൽ 2024 തരംഗമുണ്ട്, അതിന് ഇടിവ് സംഭവിച്ചു എന്നുള്ള തലത്തിലാണ് മാത്രമാണ് ചർച്ച എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. 14 19 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണോ സംഭവിച്ചത് അത് തന്നെ 24 സംഭവിക്കുള്ളൂ. ഒന്ന്. രണ്ട്, അദ്ദേഹം നരേന്ദ്രമോദി ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമനാണ് എന്നൊക്കെ പറഞ്ഞു. ശ്രീ രാജു ബി നായരെ മെയ് 6 തീയതിയിലത്തെ വാർത്തയാണ്. ആ വാർത്തയിൽ ഒരു കാര്യം മാത്രം ഞാനങ്ങ് പറഞ്ഞേക്കാം. ഈ IIT-യിൽ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പർ ക്ലാസ്സുകാരായതുകൊണ്ടാണ് ദളിതർ പരീക്ഷ നോക്കുന്നതെന്നും അവിടെ ദളിതർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്ത് തരം സ്റ്റഡിയാണെന്നുള്ള കാര്യം ഇന്ത്യൻ ചെറുതയ്ക്ക് മനസ്സിലാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയാണ് അദ്ദേഹം ജാതീയമായിട്ട് വിഭജിക്കുന്നത്. ഈ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമൻ ആയതുകൊണ്ടാണ് നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിച്ച് വാരണാസി തന്നെ ഉണ്ട്. ഒരു കുഞ്ഞിരാമൻ അമേഠിയിൽ നിന്ന് തിരിച്ച് വയനാട്ടിലേക്കും വയനാട്ടിൽ നിന്ന് തിരിച്ച് റായ്ബറേലിയിലേക്കും ചാടുന്നുണ്ട്. ആ കുഞ്ഞിരാമന്റെ അവസ്ഥ 24 ലക്ഷം കഴിയുമ്പോൾ പരിതാപകരമാകാതിരിക്കാൻ